എന്താ ഇത്ര വൈകിയേ? നോക്കി നോക്കി കണ്ണു കഴിച്ചു. ഇന്നും കുടിച്ചു അല്ലേ? കുറച്ച്. ഒരു കമ്പനി ഉണ്ടായിരുന്നു ഓമനെ. എന്നും ഉണ്ടല്ലോ കമ്പനി. എന്നോട് ഇപ്പൊ പഴയ പോലെ ഇഷ്ടമൊന്നുമില്ല. ഇഷ്ടമില്ല എന്നാര് പറഞ്ഞു? എന്നാലേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഇപ്പൊ പറയില്ല, പിന്നെ പറയാം. എപ്പോ? പിന്നെ മമ്മി ക്ലബ്ബിൽ പോയിരിക്കേ ഡാഡി. ആ നിന്നോട് ഇത്തിരി തണുത്ത വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടുവരാൻ കുഞ്ഞെ. ഡാഡിക്ക് പറഞ്ഞൂടെ ഡാഡി ഇല്ലാത്തപ്പോ മമ്മി ക്ലബ്ബിൽ പോണ്ടെന്ന്? പറയണം. മമ്മി ഇല്ലാത്തപ്പോ അടുക്കളയിൽ തന്നെ ഇരുന്നാ മതി, ബാക്കി കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട കേട്ടോ. ഓ, ഒരു മമ്മിയും കുമ്മിയും. ഓമനെ, എന്താ പറയാണ്ടെന്ന് പറഞ്ഞേ? എന്റെ അടുത്തേക്ക് വന്നാലെന്താ ഇത്ര വെറുപ്പായോ? ത്രേസ്യാമ്മ ഇപ്പൊ വരും. റൂബിയുടെ കണ്ണും വെട്ടിച്ച് ഞാനിവിടെ എത്തിയത് കർത്താവിന് എനിക്ക് മാത്രമേ അറിയൂ. ഇതിനു മുമ്പും കണ്ണുവെട്ടിച്ച് തന്നെയാണല്ലോ വരാറ്. അന്നൊക്കെ എന്തൊക്കെ ചക്രവർത്താനങ്ങളാ പറയാറുള്ളത്. ഇപ്പൊ എന്നെ കണ്ടൂടാ, എനിക്കറിയാം. കരയല്ലേ? എന്നെ ചതിക്കരുത്. അപ്പൊ എന്നെ ചതിച്ചതോ? ഞാനും ആരും ഇല്ലാത്തവളല്ലേ അല്ലേ? അങ്ങനെ പറയല്ലോ ഓമനെ. എന്റെ പുണ്യാളോ, വിടാൻ പറഞ്ഞില്ലേ? ഞാൻ വിടില്ല. വന്നല്ലോ അല്ലാതെ. വരുന്നു, വായിച്ചു നോക്കൂ. കത്ത അത് മുഴുവൻ തകർത്തു. നിങ്ങൾ എന്താ ഇവിടെ കിടന്ന് പരിഗണത്? ഒരു ഗുളിക കഴിക്കാൻ ഇത്തിരി വെള്ളം എടുക്കാൻ എന്റെ കാര്യം നോക്കാൻ നിനക്ക് സമയമില്ലല്ലോ. എനിക്കൊന്ന് പുറത്തിറങ്ങട്ടെ. ആ പെണ്ണിന്റെ ഓമന ആവോ. പറ്റിയ സാധനം. ഇങ്ങനെ വൃത്തിയും വെടുപ്പില്ലാത്തൊരു ജന്തു. ഒന്ന് മാറി എനിക്ക്. ഏത് നേരം നോക്കിയാലും ഉറക്ക അസത്ത്. ഇത്തിരി വെള്ളം എടുത്തു കൊടുക്കാൻ നീ ഇവിടെ ഉണ്ടായില്ലടി. വെള്ളം വേണമെങ്കിൽ എന്നോട് പറയണ്ടേ? പ്രിയപ്പെട്ട ചോട്ടന് ഗാമുകി ഓമന എഴുതുന്നത്. 2 ആഴ്ചയായി ചോട്ടൻ എന്റെ അടുത്ത് വരാത്തതിൽ സങ്കടമുണ്ട്. എന്നും രാത്രി ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കും. എന്നോട് വെറുപ്പാണോ ചോട്ടാ? എന്നെ വറുക്കരുത്. പാവം, വെറുക്കരുത്, സ്നേഹിക്കണം. ഒരു ഭയങ്കര കാര്യം അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത്. എന്റെ മാസക്കളി തെറ്റി. എന്റെ മാസക്കുളി തെറ്റി. ഞാൻ ഗർഭിണിയാണ്. എന്റെ പുണ്യാണ്. ഓമനെ, പൊട്ടി ഇവിടെ ജനലേക്ക്. സത്യാണോ നീ എഴുതിയത്? അമ്മയാണോ സത്യം? എന്റെ ജീവിതം തൊലച്ചല്ലോ നീ. ഞാനോ? രാത്രി കുടിച്ച് വെളിവില്ലാതെ എന്റെ മുറി കേറി വന്നിട്ട് ആന തരാ ആട് തരാന്നൊക്കെ പറഞ്ഞ് എന്നെ മയക്കി നശിപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ തൊലച്ചെന്നോ? ഞാനിവിടെ കെട്ടിത്തൂങ്ങി ചാവും. ഓമനെ, നീ കടുങ്കൈ ചെയ്യരുത്. അങ്ങനെ നിർബന്ധാണെങ്കിൽ പുറത്ത് പുറമ്പോക്ക് ഭൂമി എത്രയോ കിടപ്പുണ്ട്. അവിടെ നല്ല മാവും പ്ലാവും ഒക്കെ ധാരാളമുണ്ട്. ആഹാ, അങ്ങനെ ഞാൻ ചാവുമൊന്നുമില്ല. ഞാൻ ഈ വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കും. ഓമനെ, നമുക്കൊരു ആശുപത്രി പോയി കളയാം. ഞാനത്ര ദുഷ്ടത്തിയല്ല. ഞാനൊരു പെണ്ണാ. ഞാൻ പ്രസവിക്കും. കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആളുണ്ട്. ആരാ? നിങ്ങൾ തന്നെ. എന്റെ ഓമനെ, എത്ര കാശ് വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം. അത് സമ്മതിച്ച് നീ എന്നെ രക്ഷിക്കണം. ഈ കുഞ്ഞു വളർന്നു വരുമ്പോ ആരാമ്മ എന്റെ അച്ഛൻ ചോദിച്ചാ ഞാൻ എന്തുത്തരം പറയും? എന്റെ ഒഴിച്ച് വേറെ ആരെങ്കിലും പേര് പറയും. പേര് പറഞ്ഞാ പോരല്ലോ, ചൂണ്ടിക്കാണിക്കാൻ എനിക്കൊരാള് വേണ്ടേ? ചൂണ്ടിക്കാണിക്കണം എന്താ നിർബന്ധം? അയ്യോ ത്രേസ്യാമ്മ, അവൾക്ക് ദേ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒരാള് വേണം, അത്രേ ഉള്ളൂ. എന്നെ ഒന്ന് രക്ഷിക്കടോ. ചൂണ്ടപ്പം ഞാൻ നിന്ന് കൊടുക്കണോ? താൻ ഏൽക്കാണെങ്കിൽ എനിക്ക് സന്തോഷേ ഉള്ളൂ. എന്നും എനിക്ക് ആ നന്ദി ഉണ്ടാവും. കാര്യം പറയാലോ, നല്ല കുട്ടിയാവൾ. സാറേ, തെണ്ടിത്തരം പറയുന്നൊരു അതിര് വേണം. വൈഫില്ലേ? എന്തിനാ? പതുക്കെ പറ, അവര് കേൾക്കും. അതെ, ഞങ്ങള് കോൺട്രാക്ടർമാര് പലതും ചെയ്തു കൊടുക്കും. പക്ഷേ എഞ്ചിനീയർമാരുടെ ഗർഭേറ്റെടുക്കാനൊന്നും പറ്റില്ല. താൻ ഏൽക്കണ്ടാന്നേ. പക്ഷെ ആരെങ്കിലും ഏറ്റില്ലെങ്കിൽ എന്റെ മാനം പൂടോ.
നോക്കട്ടെ. നോക്കിയാൽ മാത്രം പോരാ, അല്ലെങ്കിൽ വല്ല വിഷവും കഴിച്ച് ഞാൻ മരിക്കും. തന്റെ ബില്ല് അവിടെ കൊടുക്കും. മരിക്കൊന്നും വേണ്ട. കാശ് കൊടുത്ത ഇവിടെ എന്താ സാറേ കിട്ടാത്തത്? അമ്മയെ വേണോ, അച്ഛനെ വേണോ, ഭാര്യയെ വേണോ, ഭർത്താവിനെ വേണോ? ഭർത്താവിനെ വേണം. അവൾക്കൊരു ഭർത്താവിനെ കിട്ടിയ എന്നേക്കുമായി ഈ നരകത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. ജീവിതകാലം മുഴുവൻ ഞാൻ തന്നോട് കടപ്പെട്ടി. എന്റെ ബില്ല് അത് ബെന്നിയോട് സംസാരിക്കാം. എന്നാ കാശും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കോ. ഒരാഴ്ചക്കുള്ളിൽ അവൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാളെ ഞാൻ ഉണ്ടാക്കി തരാം. എന്താ പോരെ? മതി മതിന്ന്. നടന്നോ. എന്റെ പൊന്നു കള്ള. ശരിയാണല്ലോ. സന്തോഷായല്ലോ. ബാക്കിയെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. നിസ്സാര വാടകയ്ക്ക് ഒരു വീട്, അത്യാവശ്യം ഫർണിച്ചർ, പൈങ്കുളി പോലത്തെ ഒരു കുട്ടി, ആഘോഷിക്ക് പാലും പഴവും, അത്യാവശ്യം മറ്റതും ഉണ്ട്. അതൊക്കെ നിങ്ങൾ തന്നാമതി, എനിക്ക് പോണം. പോവേ? അപ്പൊ ഫസ്റ്റ് നൈറ്റോ? എന്നോട് പറഞ്ഞ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്, ബാക്കിയൊക്കെ നിങ്ങളുടെ കാര്യം. നാരായണ ചതിക്കല്ലേ. ഇപ്പൊ തന്നെ നീ പോയ അവൾ എന്റെ പഠിക്ക സത്യാഗ്രഹത്തിന് വരും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനേ? അയ്യപ്പൻ നേരത്ത് പുലിവാലായില്ലോ. നാരായണ, കുറച്ച് ദിവസമെങ്കിലും അവളുടെ കൂടെ കഴിയേ. കൊച്ചിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് അവൾക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ? അങ്ങനെ ചൂണ്ടിക്കാണിക്കാനൊന്നും എന്നെ കിട്ടുകല. താങ്കൾ വന്നേ. കരീംബായി പറഞ്ഞ ആൾ ഇവൻ തന്നെയല്ലേ? ഒരു കാര്യം ചെയ്യും, ഒരു 500 രൂപ കൂടി തന്നെ. എന്തിനാ? കത്തിക്കാൻ. അവനെല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം കൊണ്ടേ കത്തിക്ക്. നാരായണ, ഇങ്ങോട്ട് വന്നേ. ഇതും കൂടി ഇരിക്കട്ടെ, നീ അകത്തേക്കല്ലേ. അകത്തേക്ക് പോടോ. ഇങ്ങനെ കുറ്റിയടിച്ച പോലെ നിൽക്കണ്ട, അവിടെ അങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇന്നത്തെ രാത്രി ഉറങ്ങാൻ കഴിയോ ചേട്ടാ? എന്നാ തലകുത്തി നിൽക്ക്. എന്തിനാ വിളിക്കണേ? തമാശക്കാരനാണെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. ചേട്ടാ, ചേട്ടന്റെ പേര് നാരായണൻ എന്നല്ലേ? എന്റെ പേര് ഓമന. നാരായണനും ഓമന. മിസ്സസ് ഓമന നാരായണൻ. നല്ല ചേർച്ച. ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നെ ചേട്ടന് ഇഷ്ടായോ? പിന്നെ എനിക്കറിയാം, എന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും. ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നേ. അവിടെ ഇരുന്നാ മതി. ആദ്യം സംസാരിക്കല്ലേ? ആദ്യ രാത്രി പെണ്ണും ചെറുക്കനും പരസ്പരം മനസ്സിലാക്കണം എന്നാ. എന്റെ ഓമനെ. എന്തോ, ഞാൻ എന്നും ചേട്ടന്റെ ഓമന തന്നെയായിരിക്കും. ഒരിക്കൽ കൂടെ വിളിക്കൂ ചേട്ടാ. വലിയ പുലിവാലായല്ലോ. അതെ, എനിക്ക് അങ്ങനെ ഒന്നും വർത്താനം പറഞ്ഞ ശീലമില്ല. ഓർക്കാൻ വരുന്നു. കിടന്നോ. അങ്ങോട്ട് നീങ്ങട. എനിക്ക് ചേട്ടന്റെ മാറിൽ തലചായ്ച്ചുറങ്ങണം. ഇതിനൊന്നും ഞാൻ കാശ് വാങ്ങിച്ചിട്ടില്ലേ. നമ്മള് ഭാര്യാഭർത്താക്കന്മാരായി കഴിഞ്ഞില്ലേ, പിന്നെ നമ്മൾ തമ്മിൽ എന്ത് കാശിന്റെ കണക്ക്? ഞാൻ വിടില്ല. ഓമനെ, ഈ വെളിച്ചം നമുക്ക് വേണോ? കള്ളൻ, ഇങ്ങനെ നോക്കല്ലേ. അയ്യോ, പാല് തരാൻ മറന്നു. പാല് മണ്ണ കടന്ന് ലൈറ്റ് അണയ്ക്കുന്നുണ്ടോ? ആദ്യം ലൈറ്റ് അണയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും മിണ്ടാത്തെ? നാരായണേട്ടാ, നാരായണേട്ടാ, ഇതെവിടെ പോയി? നാരായണേട്ടാ, നാരായണേട്ടാ. എന്തൊക്കെയാടാ ഇത്? എവിടുന്ന് വരുന്നു? ഒരു വഴിക്ക് പോയതാ. അപ്പൊ മാർക്കറ്റിൽ വന്നപ്പോ നല്ല മീൻ കിടക്കുന്നു. അത് കുറച്ച് വാങ്ങി 2 കിലോ പോത്തും വാങ്ങി. മോള് കഴിഞ്ഞിട്ടില്ലേ? രമിനിക്കുട്ടി, അമ്മയും മോളും കൂടെ രാവിലെ അമ്പലത്തിൽ പോയിരിക്കുക. ഇന്ന് എന്താ ദിവസം അറിയാം? എന്താ?
ഞാൻ സതിയെ കല്യാണം കഴിച്ചതിന്റെ 6ാം വാർഷികമാണ് ഇന്ന്. അയ്യോ കഴിച്ചതെന്നൊന്നും പറയണ്ട, കഴിപ്പിച്ചതെന്ന് പറ. അന്ന് ഞാനില്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ചരമദിനമായിരുന്നേനെ. ചാട്ടം ചേരാനല്ലൂരുകാർ ഓരോ എല്ലും ഊരി എടുത്തേനെ. ഇന്ന് നമുക്ക് ആഘോഷിക്കലടാ, കലക്കി പൊളിക്കാം. ഇഷ്ടം പോലെ കാശുണ്ട്. എന്തായിരുന്നു കോള്? തല്ലോ കുടി ഒഴിപ്പിക്കലോ? അതൊന്നുമല്ല, ഒരു കല്യാണം. കല്യാണം നടത്തലോ കലക്കലോ? ഒരു കല്യാണം കഴിച്ചു. ആര്? ഞാൻ. കല്യാണം കഴിച്ചു? നീ എന്തായി പറയുന്നേ? എന്നിട്ട് പെണ്ണെവിടെ? ഞാനെങ്ങനെ അറിയാനാ? കഴിക്കാൻ പറഞ്ഞു, കഴിച്ചു, നമ്മുടെ ജോലി തീർന്നു, നല്ല കാശും കിട്ടി, നമ്മൾ പോന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ നിനക്ക് മനസ്സിലാവണമെങ്കിൽ മറ്റേ ഭാഷ പറയണം. എടാ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഒരു പെണ്ണിനെ വെറുതെ ഞാൻ കല്യാണം കഴിക്കൂ? പെണ്ണിനെ അല്ലാണ്ട് പിന്നെ ആണിനെ കല്യാണം കഴിക്കുവോ? ഉത്തരവാദിത്തമൊക്കെ വയറ്റിലുണ്ടാക്കിയവന്. ആണായാലും പെണ്ണായാലും ഗർഭം ഉണ്ടായാലും ഇല്ലേലും ശരി, കാശ് കിട്ടിയാൽ ഞാൻ കഴിക്കും. പോക്കരത്തരത്തിനോട് നേരം നിറയും. ചെറ്റത്തരമല്ലേ നീ കാണിച്ചേ? രാമു, വേണ്ടാത്ത കാര്യത്തിന് ചൂടാവരുത്. ഇന്നൊരു നല്ല ദിവസമാണ്, അത് കുളവാക്കല്ലേ. നല്ല ദിവസം എന്ത് യോഗ്യമുണ്ടോ നിനക്ക് പറയാൻ? നിന്നെയൊക്കെ മുക്കാലേക്കെട്ട് അടിക്കാൻ വേണ്ടേ? മാറി കാടുകൊള്ളാ മോനെ. തേങ്ങ കൊല. നീയാണ് എന്നെ ചീത്ത പറയാൻ? എന്റെ അച്ഛനോ അതോ കൂടെ പറപ്പോ? ഞാൻ നിന്റെ ആരുമല്ലേ? നീ എന്റെ ഒരു പുല്ലുമല്ല. ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ അടിച്ചതിന്റെ കാരണം ഞാൻ പൊളിക്കും. ഞാൻ നിന്റെ ആരുമല്ലടാ, ഒന്നില്ലാത്ത പട്ടി. അവന്റെ അമ്മയെ അത് നശിപ്പിച്ചു. നമ്മൾ അവന്റെ ആരുമല്ലടി. ഇറങ്ങി പോടാ അവിടുന്ന്. ഇന്നത്തോടെ തീർന്നിരിക്കുന്നു. നീ എന്നെ മുറ്റത്തെ ഒട്ടി പോരുത്. പോ. ഓട്ടടി അവൻ. എന്തൊക്കെയാണ് രാമോട്ടെ കാണുന്നത്? എനിക്കൊന്നും നീ മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാക്കണ്ട. അതോ ചോറും കൂട്ടാനും ഉണ്ടാക്കാൻ നോക്ക്. ചെല്ല് ചെല്ല്. ഈ മണം കേട്ടാ മതി നാരായണേട്ടന് കൊതി പിടിക്കാൻ. ഇത്തിരി കൂടിപ്പോയി. അടിച്ചിറക്കിയ പോലെ ആയില്ലേ? എന്നെ അന്യനാക്കിയാ ഞാൻ സഹിക്കണോ? ഞാനും നീയും മോളും അവൻ ആരും അല്ലാന്ന്. വേണ്ട. ദേഷ്യം പിടിച്ചപ്പോ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയെന്ന് വെച്ച് വാക്കിലല്ല കാര്യം, പ്രവൃത്തിയില്ല. ഒരുമിച്ച് ഉണ്ട് ഉറങ്ങി വളർന്നിട്ടും മനസ്സിലായിട്ടില്ല ഇതുവരെ. എന്റെ സ്വഭാവം അവനും മനസ്സിലാക്കണ്ടേടി. എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ വഴക്കൂടി പിരിഞ്ഞല്ലോ. അന്ന് ഓർക്കുന്നുണ്ടോ? രണ്ടെണ്ണത്തിനും കൊന്നു കുഴിച്ചു മൂടുമെന്നും പറഞ്ഞ് നാട്ടുകാർ വടിയും കത്തിയായിട്ട് ഇരിക്കുമ്പോഴാ നാരായണേട്ടൻ ഒറ്റയ്ക്ക് വന്ന് എന്നെ ഇറക്കിക്കൊണ്ട് വന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കൂ? ഇപ്പൊ ഞാൻ പോയി കാല് പിടിച്ചുകൊണ്ടോണെന്നാ പറയുന്നേ? രാമോട്ടന്റെ ഇഷ്ടം. എന്റെ ഇഷ്ടം നോക്കണ്ട, നിന്റെ ഇഷ്ടം. ഞാൻ പോയി വിളിക്കാം, പക്ഷെ വന്നില്ലേലുണ്ടല്ലോ പിന്നെ മരിക്കുന്നവരെ ഞാൻ മിണ്ടത്തില്ല. ഉള്ളി കാണി ചോദിച്ചല്ലേ, നല്ല മണം കിട്ടി. പിന്നെ 2 ഗ്ലാസും കുറച്ച് വെള്ളവും എടുത്തു. തൊട്ട് നിൽക്കാൻ എന്തെങ്കിലും കൂടി. എടാ ഇടിയൻ കഴിവേറി, നിന്റെ വായിൽ വല്ല പഴവും തള്ളിയിട്ടുണ്ടാ? ഇന്നാ പൊട്ടിച്ച് കേറ്റ്. പോടാ നാട്ടെ. നത്ത നിന്റെ അച്ഛൻ.